ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു അടിപൊളി മുരിങ്ങയ്ക്ക ചെറിയുള്ളി തീയലിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ ഉപേക്ഷിക്കുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, തേങ്ങാക്കൊത്ത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ആ ഒരു തേങ്ങാക്കൊത്തുണ്ടല്ലോ, അത് തന്നെയാണ് ഞങ്ങളിവിടെ ഉദ്ദേശിച്ചത്. അത് ഇനി മുതൽ വെറുതെ കളയണ്ട, അടിപൊളി ഒരു തീയൽ തയ്യാറാക്കിയെടുക്കാം. ഇവിടെ അതിനായിട്ട് കഴിഞ്ഞ ദിവസം തേങ്ങാപ്പാൽ എടുത്തതിന് ശേഷം ബാക്കി വന്ന തേങ്ങാക്കൊത്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അളവ് ഏകദേശം ഒരു 200 ml കപ്പിൽ 1 കപ്പ് അളവിലുണ്ടാവും. ആദ്യം നമുക്ക് ഈ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കുറച്ച് ചേരുവകളും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ച തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 9 ഉണക്കമുളക്, 1.5 ടേബിൾ സ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ ഉലുവ കറിക്ക് ഒരൽപ്പം കൊഴുപ്പ് കിട്ടാനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടി പോകാൻ പാടില്ല, അങ്ങനെയെങ്കിൽ കറിക്ക് കയ്പ്പ് തോന്നിക്കും. അതോടൊപ്പം തന്നെ 50 ഗ്രാം ചെറിയുള്ളി രണ്ടായിട്ട് കീറി വേണം ഇട്ട് കൊടുക്കാൻ. എന്നാൽ മാത്രമേ മറ്റ് ചേരുവകൾക്കൊപ്പം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരികയുള്ളൂ. ശേഷം കൈ എടുക്കാതെ തന്നെ തുടരി ഇളക്കി നമുക്ക് ഈ ചേരുവകളെല്ലാം റോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലും തേങ്ങ ചെറുതായിട്ടൊന്ന് ചുവന്ന് വരുമ്പോഴേക്കും ലോ ഫ്ലെയിമിലും ഇട്ട് വേണം നമുക്കിതൊന്ന് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കാൻ. തേങ്ങ നന്നായിട്ട് മൂത്ത് ഇതുപോലെ ഒരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് 2 മിനിറ്റ് കൂടി ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ചട്ടിയിലെ ചൂട് കാരണം തേങ്ങ കുറച്ചുകൂടി മൂത്ത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇങ്ങനെ വറുത്തെടുത്ത തേങ്ങയിലെ ചൂട് കംപ്ലീറ്റ് മാറിയതിനു ശേഷം നമുക്കിതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. തീയൽ തയ്യാറാക്കാൻ എപ്പോഴും ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം പിന്നീട് അരച്ചെടുക്കുന്നതാവും നല്ലത്. അതാകുമ്പോൾ തരികളൊന്നുമില്ലാതെ എല്ലാം നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടും. ഇനി ഇങ്ങനെ പൊടിച്ചെടുത്ത് വെച്ച കൂട്ടിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പുളിവെള്ളത്തിൻ്റെ അളവ് മാത്രം നമുക്കിവിടെ കറക്റ്റ് പറയാൻ പറ്റില്ല, കാരണം അത് നമ്മൾ എടുക്കുന്ന പുളിയുടെ പുളിപ്പിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. പുളിവെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ശേഷം ഇങ്ങനെ അരച്ചെടുത്ത അരപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. തീയൽ തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാനുള്ള സൗകര്യത്തിനാണ് നമ്മുടെ ഈ അരപ്പ് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. അടുത്ത ഘട്ടമെന്ന് പറയുന്നത് തീയൽ തയ്യാറാക്കിയെടുക്കുകയാണ്. അതിനായിട്ടൊരു ചീനച്ചട്ടി തന്നെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടിത്തീരുമ്പോഴേക്കും 3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് മൂപ്പിക്കുക. ഉള്ളിയുടെ കളർ ചേഞ്ചായി ചെറുതായിട്ടൊന്ന് ചുവന്ന് വരുമ്പോഴേക്കും അതിലേക്ക് 2 ഉണക്കമുളക് രണ്ടായിട്ട് നുറുക്കിയതും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് മൂപ്പിക്കുക. അങ്ങനെ ഇവിടെ കറിവേപ്പിലയും ഉണക്കമുളകും എല്ലാം അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 200 ml വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം നമ്മൾ ഈ ജാറ് കഴുകിയതിന് ശേഷം ആ ഒരു വെള്ളം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കറിക്ക് എത്രത്തോളം വെള്ളം ആവശ്യമായി നിങ്ങൾക്ക് തോന്നുന്നുവോ ആ ഒരു അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ 300 ml വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇവിടെ ആകെ മൊത്തം 500 ml ആണ് നമ്മൾ ഈ കറി തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം കറിയിലെ പുളിപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരല്പം പുളിവെള്ളവും കൂടി ചേർത്ത് ഇളക്കാം. ഇവിടെ നമ്മൾ 1 ടേബിൾ സ്പൂൺ പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വെള്ളവും അതുപോലെ പുളിവെള്ളവും എല്ലാം ചേർത്ത് ഗ്രേവി കറക്റ്റ് പരുവത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 150 ഗ്രാം ചെറിയ ഉള്ളി രണ്ടായിട്ട് കീറിയത് ഇട്ട് കൊടുക്കാം. ഇനി അതോടൊപ്പം തന്നെ തീയലിലെ പ്രധാന ഐറ്റമായ മുരിങ്ങക്കായ, അതിവിടെ 2 മീഡിയം സൈസിലുള്ള മുരിങ്ങക്കായയാണ് എടുത്തിട്ടുള്ളത്. മുരിങ്ങക്കായ ഇതുപോലെ ഒരൽപ്പം നീളത്തിൽ ഒരുപോലെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച കഷ്ണങ്ങൾ ഓരോന്നും രണ്ടായിട്ട് കീറി വേണം ഇട്ട് കൊടുക്കാൻ. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി തിളച്ച് വരുമ്പോഴേക്കും പാത്രം അടപ്പ് കൊണ്ട് അടച്ച് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 10 മിനിറ്റ് നമുക്ക് ഈ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇവിടെ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത മുരിങ്ങക്കായും അതുപോലെ ചെറിയുള്ളിയും എല്ലാം കറക്റ്റ് പരുവത്തിന് വെന്ത് തീയൽ കറക്റ്റ് പരുവത്തിന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഇളക്കുക. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ മുരിങ്ങയ്ക്ക ചെറിയുള്ളി തീയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് തന്നെയാണ്. ശരിക്കും തേങ്ങ ചേർത്ത് കൊടുത്താൽ പോലും ഇത്രത്തോളം രുചി തോന്നിക്കില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്.
അപ്പോൾ പതിവ് പോലെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.